ഇന്നലെ ഞങ്ങളെ പെറ്റുകടയിൽ പോയപ്പോൾ 2 ഡ്രസ്സല്ലേ കിട്ടിയത്. അവന് ഒരുപാട് ഡ്രസ്സ് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചതുണ്ട്. അപ്പോൾ അവരിപ്പോൾ ഡ്രസ്സ് വന്നപ്പോൾ ഹോം ഡെലിവറി ചെയ്ത്. അപ്പോൾ ചുമപ്പ് അവനുണ്ട്, അവന് ചുമപ്പിട്ട് കണ്ടില്ലേ. അവർ പിന്നെയും 2 കളർ ഇപ്പോൾ അതേ വീട്ടിൽ കൊണ്ടുവന്ന് തന്നതാട്ടോ. ചുമപ്പ് പിന്നെയും കിട്ടി. ഇത് കണ്ടോ, അവർ ഇത് വന്നപ്പോൾ നമ്മളെ ഫോൺ വിളിച്ചു തന്നു. നമുക്കറിയാമെന്നുള്ള കടയാണ്. ഈ കളർ അവന് ഇല്ലായിരുന്നേ. അപ്പോൾ അതും കിട്ടി. പിന്നെ ഇന്നലെ ഷാമ്പു ഇവിടെ 2 എണ്ണം ഉണ്ട്. എന്നിരുന്നാലും നേരത്തെ പറയണേ, ഇത് ഡോക്ടർ എഴുതി തന്ന ഷാമ്പു അല്ലേ, ഇതേ തേക്കാവൂ എന്ന് പറഞ്ഞവന്, ക്ലീനർ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ 2 വേറെയും ഉണ്ട് കേട്ടോ. വേറെ ഒരു 2 എണ്ണം ഇരിപ്പുണ്ട് ബോട്ടിൽ. എന്നാൽ ഞങ്ങൾ ഒരെണ്ണം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരെണ്ണം ഫുള്ളുണ്ട്. എന്നാലും ഒരെണ്ണം ഞങ്ങളെപ്പോഴും എക്സ്ട്രാ വച്ചേക്ക്. അവിടെ നേരത്തെ പറയണേ, ചിലപ്പം ചരക്ക് വന്നില്ലെങ്കിലോ എന്ന് മാല് കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മൾ അതുകൊണ്ട് എപ്പോഴും ഒരു എക്സ്ട്രാ വച്ചേക്കും. അപ്പോൾ ഇതുപോലത്തെ 2 ഫുള്ളുണ്ട്, ഒരെണ്ണം അവനിപ്പോൾ ഷാമ്പു തേച്ചുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ 2 ഡ്രസ്സ് പിന്നെയും മേടിച്ചു കേട്ടോ. ഇപ്പോൾ അവന് 8-10 ഡ്രസ്സുണ്ട് കേട്ടോ. ഈ വർഷം ഇനി അവന് മേടിക്കുന്നില്ല. കാരണം ഇനി ഈ 3 മാസം കഴിയുമ്പോൾ തണുപ്പ് കഴിഞ്ഞല്ലോ, പിന്നെ ഉടുപ്പിടാൻ പറ്റില്ല, ഡ്രസ്സ് ഇടാൻ പറ്റില്ല. അപ്പോൾ ചുമപ്പ് ഇപ്പോൾ 2 എണ്ണമായി. ഈ കളർ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കളറും കിട്ടി. അപ്പോൾ ഇന്ന് കൊണ്ടുവന്ന ഡ്രസ്സാണ് മോൻ്റെ ഡ്രസ്സും. ഇതൊക്കെ കൊള്ളാമോ ഫ്രണ്ട്സ്? അപ്പോൾ അവന് ഇടുമ്പോൾ നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ. ഇത് ഗഞ്ചി ടൈപ്പാണ് കേട്ടോ. ഇത് ഗഞ്ചി ടൈപ്പാണ്. ഇപ്പോൾ മോന് ഇട്ടേക്കണത് ഇന്നലെ മേടിച്ചതാണ്. അത് ഗഞ്ചി ടൈപ്പാണ്. ഇത് ഊൾ ടൈപ്പാണ്. അപ്പോൾ അവനുള്ളതൊക്കെ ഇപ്പോൾ 2 എണ്ണം ഗഞ്ചി ടൈപ്പ്, ബാക്കിയെല്ലാം ഊൾ ടൈപ്പാണ്. ഇത് കണ്ടോ, ഊൾ ടൈപ്പാണ്. അപ്പോൾ നമ്മൾ ഈ തണുപ്പ് ഇപ്പോൾ ഇനി ഫെബ്രുവരി കഴിഞ്ഞാൽ ഇടാൻ പറ്റില്ല. അപ്പോൾ ഇപ്പം ഇന്നിട്ടത് ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ, നാളത്തെ ഷോർട്ട് വീഡിയോയിൽ ഇടുന്നുണ്ട്. അപ്പോൾ അത് നല്ലതാണ് കേട്ടോ. 30 കിട്ടിയത്. 30 ആകുമ്പോൾ ഇച്ചിരി ഇറക്കം ലെമ്പയായിരിക്കും, പക്ഷേ ഇതും കൊള്ളാം. ഇത് വേറെ കളറാണ്, ഇത് ഗഞ്ചി ടൈപ്പ്. ഇത് കണ്ടില്ലേ, കണ്ട, ഇത് വൂൾ ടൈപ്പാണ്. ഇത് കണ്ടോ, ഇത് വൂൾ ടൈപ്പാണ്. ഇത് കണ്ടോ, ഇത് കണ്ടോ. വർഷത്തിലൊരിക്കൽ ഞാനൊരു ടാബ്ലറ്റ്സ് അവന് കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞത് ഇതുപോലെ ഇരിക്കും. നമ്മുടെ ചോക്ലേറ്റ് ഇല്ലേ, ചോക്ലേറ്റ് പോലെ തന്നെ അത് മുറിച്ചെടുക്കാം, വായി കൊടുക്കാം, അല്ലെങ്കിൽ വല്ല റൊട്ടിയോ ഏതെങ്കിലും ഫുഡ് കൊടുക്കുമ്പോൾ ചോക്ലേറ്റ് പോലെ തന്നെ അങ്ങോട്ട് കഴിച്ചോളും കേട്ടോ. കയ്പൊന്നുമില്ല, ഒരു ചോക്ലേറ്റ്. ഇതാണ് കേട്ടോ ഈ മരുന്നിൻ്റെ പേര്. ഞാൻ കാണിച്ചു തരാം. സോറി, ഇതാണ് കേട്ടോ. BRF വെക്ടോ, ഇതാണ് മെഡിസിൻ്റെ പേര്. ഇതിന് 2200 രൂപയാണ് കേട്ടോ. ഇത് വർഷത്തിലൊരിക്കൽ ഞങ്ങൾ കൊടുക്കും. ഇപ്പോൾ ഈ ഏപ്രിലിൽ കൊടുത്താൽ അടുത്ത ഏപ്രിൽ കൊടുക്കും. അപ്പോൾ എന്താണെന്നറിയാമോ, ടിക്ക് ചെറിയ വലിയ ടിക്കുകൾ ഇതൊന്നും വരില്ല. ഇത് ഒരെണ്ണം ഇതുപോലെ ഇരിക്കും, ചോക്ലേറ്റ് പോലെ. നമ്മുടെ ചോക്ലേറ്റ് ഇല്ലേ, കാഡ്ബറീസ് ചോക്ലേറ്റൊക്കെ ഇല്ലേ, അതുപോലെ ഇരിക്കും. നല്ല സോഫ്റ്റ് ആയിരിക്കും. അത് വായിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ വലിയ ടിക്കോ ഒന്നും തന്നെ വരില്ല. ഇതാണ് ആ മെഡിസിൻ്റെ പേര് കേട്ടോ, ബ്രാവെക്ടോ. ഇത് 2200 രൂപ. ഇത് വർഷത്തിലൊരിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ ടിക്കും വലിയ ടിക്കും ഒന്നും വരില്ല. ഇപ്പോൾ ഈ എണ്ണയൊന്നും ഇപ്പോൾ ഈ എണ്ണ നമ്മൾ മേടിക്കുമ്പോഴും 450 രൂപ 400 രൂപ. അപ്പോൾ അത് മാസമൊക്കെ ഇട്ട് കൊടുക്കണം. ഇത് അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല, ഇത് തന്നെ കൊടുത്താൽ മതി. ഇതാണ് ഞങ്ങൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നാളെ അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ അത് എനിക്കിപ്പോഴാണ് അത് കിട്ടിയത് കേട്ടോ. അതിൻ്റെ പാക്കറ്റ് ഞാൻ കിട്ടിയതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കത് കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. ഇത് കണ്ടോ, ഇതുപോലെ ഇരിക്കും, ചോക്ലേറ്റ് പോലെ. ഇത് കണ്ടോ, ചോക്ലേറ്റ് പോലെ ഇരിക്കും. നമ്മൾ മുറിച്ച് വെറുതെ ഞങ്ങൾ വായിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ലയിച്ച് പൊക്കോളും. ചോക്ലേറ്റ് എങ്ങനെ നമ്മൾ കഴിക്കുന്ന അതുപോലെയുള്ളത് തന്നെ, കണ്ടില്ലേ. ഇതാണ് കേട്ടോ. ബെഡിൽ കയറിയിൽ ഇരിക്കണമെങ്കിൽ ഞാൻ വേണം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇരിക്കുന്ന ഇത് കണ്ടോ, ബെഡിൽ കയറാൻ പറഞ്ഞിട്ട് കയറണില്ലേ. പുതിയ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. കൊച്ചു കയറി. ഞാനിവിടെ ഇരിക്കണം എന്നാ കളിച്ചോണ്ടിരുന്നോ. ഞാനിവിടെ ഇരുന്നാൽ അവൻ കയറിയിരിക്കും, ഇല്ലെങ്കിൽ അവൻ കയറൂല കേട്ടോ. അവൻ ബെഡിലേക്ക് കിടക്കൂല. അവനെന്താണെന്നറിയാമോ, പില്ലോ വേണം. അപ്പോൾ ചെറിയ പില്ലോ ഇനി മേടിക്കണം. അല്ല, അവിടെ ഇരുന്നോ വലിയ പില്ലോ. അവന് ഈ പില്ലോയിൽ തല വെച്ച് കിടന്നേ ഇതിൻ്റെ അകത്ത് പില്ലോ വെക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇത് കണ്ടോ, ഇത് പുതിയ ഉടുപ്പാണ് കേട്ടോ, പുതിയ ഡ്രസ്സാണ്. ഇന്നലെ ഇട്ടത് വേറെ, ഇപ്പോൾ ഇട്ട് കൊടുത്തത് ഡ്രസ്സ് പുതിയതാണ്. ഇത് കണ്ടോ, നല്ലതല്ലേ. കൊച്ചിൻ്റെ ബോയൊക്കെ കണ്ടല്ലോ. ഓ അതിൽ കയറി തണുപ്പത്തേ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവ കിടക്കുന്നത് നമ്മുടെ ബെഡിൽ തന്നെ കിടക്കും കേട്ടോ. അപ്പോൾ
തണുത്ത തറയിൽ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇവർ ഹോളിൽ ഇരിക്കുമ്പോൾ ഹോളിൽ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കും. ചേച്ചിയുടെ റൂമിൽ പോകുമ്പോൾ ചേച്ചിയുടെ റൂമിൽ കൊണ്ടുവന്ന് ബെഡ് വെച്ച് കൊടുക്കും. അങ്ങനെ കേട്ടോ. കൊള്ളാല്ലേ ഉടുപ്പൊക്കെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സുന്ദരനാണ്. എല്ലാം മാച്ചാവുന്നുണ്ട്. എൻ്റെ അടുത്ത് ഇരിക്കുന്ന കണ്ടോ ഇരിക്കുന്നത്. ഇത് വേണ്ടയോ ഒന്നും? മറ്റേ ബോളെന്തി പൊന്നാ ഷീറ്റ് പിരിച്ചു കൊടുത്തതേ. ഇത് ഈ കുഷൻ ഇത് കണ്ടില്ലേ, കീറാതിരിക്കാനാണ് കേട്ടോ. ആ കയറിക്കോ പൊന്നോ, ഇവിടെ ഇരുന്ന് കളിച്ചോ. എന്നാ നല്ല മോനല്ലേ. ആ തറയിൽ ഇരിക്കണ്ട ഇങ്ങനെ കുത്ത വെച്ച്, സ്ലിപ്പായിപ്പോ. ബാ നമ്മുടെ പൊന്നു ബാ. എന്തോ നോക്കുന്നത്? അച്ഛനെ നോക്കുന്നു. അച്ഛൻ വരണുണ്ടെങ്കിൽ ബാ. മമ്മിയുടെ അടുത്ത് വന്നപ്പോൾ ഒന്ന് കയറി. ബാ നമ്മുടെ പൊന്നു ബാ 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 ബയ്യോ. അപ്പോൾ ഇവനിങ്ങനെ 2 ഡ്രസ്സും കൂടെ മേടിച്ചത് ഈ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കൂടാതെ പിന്നെ അവൻ്റെ ടിക്കിൻ്റെ മെഡിസിൻ ഞാൻ പറഞ്ഞില്ലേ, ആ ടാബ്ലറ്റ്സിൻ്റെ പേര് ഞാൻ കവർ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ നിങ്ങൾ കൊടുക്കാവൂ. അല്ലാതെ വെറുതെ ഒന്നും മേടിച്ച് കൊടുക്കരുത്. ഡോക്ടറെ കാണിച്ചിട്ടുണ്ടാവും. ആ ഡോക്ടറിൻ്റെ ഇതായിട്ട് വേണം കൊടുക്കാൻ, അല്ലാതെ കൊടുക്കരുത്. കണ്ടോ, എത്ര ബെഡ് മേടിച്ച് കൊടുത്തിരുന്നാലും അവന് ഇവിടെ മതി. അവന് പില്ലോയിൽ തല വെച്ച് കിടക്കണമല്ലോ. അപ്പോൾ അവന് ഈ പില്ലോ അവിടെ വെക്കാൻ പറ്റില്ല. അതിന് ചെറിയ പില്ലോ മേടിക്കണം, അതിൽ വെക്കാൻ പാകത്തിനുള്ള പില്ലോ. അവന് പില്ലോയിലൊക്കെ തല വെച്ച് കിടന്നേ ഇത് കണ്ടോ, ഇങ്ങനെയൊക്കെ കിടക്കണം. അപ്പം പില്ലോ അതിൽ വലിയ പില്ലോ വെക്കാൻ പറ്റത്തില്ല, ചെറിയ കുഞ്ഞു പില്ലോ മേടിച്ച് കൊടുക്കണം. അപ്പം കിടക്കും. കുറച്ച് നേരമൊക്കെ ഇരിക്കും, ഒന്ന് ചുരുണ്ടൊക്കെ കിടക്കും. നല്ല തണുപ്പ് വരുമ്പോഴേ പിന്നെയും താഴെ ഇറങ്ങി വരും. അല്ലെങ്കിൽ ഞാൻ ഇരിക്കണം അവിടെ. ഉടുപ്പ് ഡ്രസ്സ് കൊള്ളാലോ, ഈ കളറ് ഒക്കെ കേട്ടോ. ഇതൊക്കെ നല്ല പെർഫെക്റ്റ്. ഇത് 28-ൻ്റെയാണ്. ഇത് കണ്ടോ, നല്ലതാണ്. ഇത് ഗഞ്ചി ടൈപ്പാണ്, കൂൾ ടൈപ്പല്ല. ഇന്നലെ കിട്ടിയ 2 ഞാനിപ്പോൾ കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ. അത് കൂൾ ടൈപ്പാണ്. പിന്നെ എൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിരുന്ന കേട്ടോ. അപ്പോൾ തടി ഉണ്ടോയെന്ന് ചോദിച്ചാൽ തടി ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറഞ്ഞത് കേട്ടോ. ഇപ്പോൾ മുകളിൽ കയറി വന്നപ്പോൾ കുറഞ്ഞു പോയി. ഫ്ലാറ്റിൽ വെച്ച് തടി ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ മുകളിൽ വന്നപ്പോഴേ ഒത്തിരി പണിയും അതെല്ലാം ഭക്ഷണം കുറച്ചു, ഭയങ്കരമായിട്ട് ഭക്ഷണം കുറച്ചു. അതൊക്കെയാണ് കേട്ടോ, ഭയങ്കരമായിട്ട് ഭക്ഷണം കുറച്ചു. അതൊക്കെയാണ് തടി കുറഞ്ഞത്. നല്ലവണ്ണം ഭക്ഷണം കഴിച്ചാൽ ഇനിയും അതുപോലെ തടി വരും കേട്ടോ. പക്ഷേ നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടാണ്. അത് പ്രായമായി വരുന്നവരൊക്കെ തടി കുറച്ചൊക്കെ ഇരിക്കണ്ടേ. അപ്പോൾ എല്ലാവരും ആ ഷോർട്ട് വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ, സ്കൂബിയുടെ മമ്മി ആയിരുന്നു കുറേ പേര് കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വേണ്ടി ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടാമതിട്ട ഷോർട്ട് എൻ്റെ ഫോട്ടോസൊക്കെ 1 കൊല്ലത്തിന് മുമ്പുള്ളതാണ്. മറ്റത് ആദ്യം ഞാൻ ഇട്ടത് ഈ കൊല്ലമുള്ളതാണ്. അത് ക്ഷീണമാണ്. നമ്മൾ മുകളിലേക്ക് കയറിയപ്പോൾ തന്നെ ഞാൻ കുറച്ച് ഫുഡൊക്കെ കൺട്രോൾ ചെയ്തു. സമയത്ത് കഴിക്കാറില്ല, അങ്ങനെയൊക്കെ. സമയത്തൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതുപോലെയൊക്കെ വരും. പക്ഷേ ഇനി താഴത്തെ ഫ്ലാറ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇരുന്ന് കഴിയുമ്പോൾ ഒരു റെസ്റ്റ് കിട്ടും. അപ്പോൾ ടൈമിനൊക്കെ കഴിക്കാം, ഒക്കെ ചെയ്യാം. പിന്നെ മോൻ്റെ പണി തന്നെ ഒരു വലിയ പണിയാണല്ലോ. മോൻ്റെ പണിയുമാണ്, നിങ്ങൾ കണ്ടില്ലേ. ടൈമിന് അവന് ഡ്രസ്സ് മാറ്റി കൊടുക്കൽ, അവന് വാരി കൊടുക്കണം, അവൻ്റെ മെഡിസിൻസ് അവൻ്റെ അപ്പിയിട്ട് വന്നാൽ കഴുകണം, അവന് മൂത്രമൊഴിച്ച് വന്നാൽ കഴുകണം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കണ്ടില്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ. ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. അപ്പം ഞാൻ കാണിക്കുന്ന മരുന്നൊന്നും നിങ്ങൾ അങ്ങനെ മേടിച്ച് കൊടുക്കരുത്. ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം, അടുത്ത് പെറ്റ് ഡോക്ടർ ഉണ്ടെങ്കിൽ പെറ്റ് ക്ലിനിക്കിൽ പോയി ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ മരുന്ന് കൊടുക്കാവൂ കേട്ടോ. ഞങ്ങൾ ഇവിടുത്തെ ഡോക്ടർ എഴുതി തരുന്ന മരുന്നാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവൻ ഇത്ര വയസ്സ്, ഇവൻ്റെ കിലോയൊക്കെ നോക്കിയാണ് അവർ ആ ഡോസ് തരുന്നത്. കുഞ്ഞ് പെറ്റിനാണെങ്കിൽ അതിൻ്റേതായ ഡോസും അതിൻ്റേതായ ടാബ്ലറ്റ്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ കാണിച്ചു എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞ് പെറ്റിനൊന്നും എടുത്ത് കൊടുക്കരുത് കേട്ടോ. അതൊക്കെ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമേ കൊടുക്കാവൂ. ഞാൻ പ്രത്യേകിച്ച് പറയുന്നു. അല്ലെങ്കിൽ ഞാൻ കാണിച്ചു എന്നും പറഞ്ഞ് കുഞ്ഞ് പെറ്റിനൊന്നും എടുത്ത് കൊടുക്കരുതേ. അത് ഓരോ പെറ്റിനും ഓരോ ഇതുണ്ട്. അവരുടെ കിലോ വെയിറ്റ് നോക്കും, അവരുടെ വയസ്സ് നോക്കും, അവരുടെ ഇയേഴ്സൊക്കെ നോക്കിയിട്ടാണ് അവർ തരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കണ്ടോ കിടക്കുന്നത് കണ്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമേ മരുന്ന് കഴിക്കാവൂ കേട്ടോ, മരുന്ന് കൊടുക്കാവൂ. കണ്ടോ കിടക്കുന്നതൊക്കെ അവൻ കുറച്ച് നേരം. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ലൈക്കും ഷെയറും കമൻറ്റൊക്കെ. അപ്പോൾ ഇത്രയും നല്ല വീഡിയോസ് ഇട്ടിട്ടും ആരും ഒന്നും വ്യൂവേഴ്സ് ഇല്ല കേട്ടോ. റിച്ചായിട്ടുള്ള വീഡിയോസൊക്കെ ആണെങ്കിൽ വെറുതെ ഒന്ന് ഇരിക്കുന്ന കണ്ടാലും അവർ വ്യൂവേഴ്സ് കൂടി വരും. ഇപ്പോൾ നമ്മളത് വലിയ റിച്ചൊന്നും അല്ലല്ലോ, അപ്പോൾ വ്യൂവേഴ്സൊന്നും
നമ്മളെ ഡെയിലി കാണുന്ന പ്രേക്ഷകരെ നമ്മളെ ഡെയിലി കാണുന്ന ഫ്രണ്ട്സുകളൊക്കെ കാണുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയറൊക്കെ ചെയ്യണം, അപ്പോഴേ എൻ്റെ വീഡിയോസ് എല്ലായിടത്തും പോകത്തുള്ളൂ, എല്ലാവരുടെ കൈ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണേ കേട്ടോ, സപ്പോർട്ട് ചെയ്യണേ. കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണേ. മേസ്തിരിമാരും പണിയും കാര്യങ്ങളൊക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ രാത്രിയിലത്തെ വീഡിയോ ഒക്കെ ഒന്ന് എടുക്കുന്നത്. ഇവനെ കാണണ്ടേ, എല്ലാവർക്കും കിടക്കുന്നുണ്ടോ ചരിഞ്ഞും കിഴിഞ്ഞും. അവനിങ്ങനെ പില്ലോയിൽ കിടക്കണം, ഇതാണ് അവൻ്റെ കംഫർട്ടബിൾ കേട്ടോ. ഇനിയിപ്പോൾ അത് ആ മെത്തയിൽ നമ്മൾ മേടിച്ച പുതിയ ബെഡിൽ കുഞ്ഞ് പില്ലോ മേടിച്ച് കൊടുക്കണം, എന്നിരുന്നാലും അവന് കിടക്കുള്ളൂ. പില്ലോ ഇല്ലെങ്കിൽ അവൻ കിടക്കത്തില്ല. അതാണ് അവന് തലയൊക്കെ പില്ലോയിൽ വെച്ചാൽ നല്ല കംഫർട്ടബിളായിട്ട് കിടക്കണമെന്നാണ്. കണ്ടോ കിടക്കണം. ബെഡിൽ അടിച്ചിട്ട് ഇവിടെ വച്ചിട്ട് ഒരുത്തം കിടക്കുന്നുണ്ട്, ചേട്ടൻ്റെ ലാപ്ടോപ്പിൻ്റെ അടുത്ത്. ചേട്ടൻ പിന്നെ ജോലി വൈകുന്നേരം വന്ന് ലാപ്ടോപ്പിൽ എന്തോ പണി തുറന്ന് വെച്ചിട്ട് പോയി. നേരെ വണ്ണം വെക്കൂല. പാവങ്ങളല്ലേ, എന്തറിഞ്ഞിട്ടാണ് കിടപ്പ് കണ്ടില്ലേ നിങ്ങൾ? പോയൊക്കെ കെട്ടി കൊടുത്തതൊക്കെ വെച്ചിട്ട് കിടക്കുന്ന കിടപ്പ് ഒക്കെ പാവം. ഇനി അച്ഛൻ വരുമ്പോൾ അവനൊന്ന് നേരാവണ്ണം കിടക്കും, അച്ഛൻ പുതപ്പിച്ച് കൊടുക്കും. സുന്ദര കുറ്റപ്പനാണ് എൻ്റെ മനുഷ്യ, സുന്ദര കിടപ്പ് കണ്ടോ. ഇതൊക്കെയാണ് കേട്ടോ. എങ്ങനെ ഉപദ്രവിക്കാൻ തോന്നുന്നു ഉപദ്രവിക്കുന്നവർക്ക് അല്ലേ? എങ്ങനെ ഇതിനെയൊക്കെ കൊണ്ടുവന്ന് കളയാൻ തോന്നുന്നു. അയ്യോ, നമ്മുടെയൊക്കെ പ്രാണനല്ലേ. കിടപ്പ് വേണ്ടോ, പാവം, പഞ്ചപാവം. നമ്മളില്ലാതെ അവർ നമ്മളിൽ എന്തോരം വിശ്വാസവും തരുന്നേ അല്ലേ. ഓ, ചിലവരൊക്കെ കൊണ്ടുവന്ന് റോഡിൽ കിടന്ന് നമ്മുടെ ചങ്ക് പൊട്ടിപ്പോവും കേട്ടോ കാണുമ്പോൾ. എൻ്റെ കുഞ്ഞിനെ ഞാൻ അപ്പോൾ പെട്ടെന്ന് ഓർത്ത് പോകും. എൻ്റെ പൊന്നേ, എൻ്റെ മോന് കിടപ്പ് കണ്ടില്ലേ, എൻ്റെ ചക്കര കുട്ടപ്പൻ സുന്ദരമോൻ്റെ കിടപ്പ് കണ്ടില്ലേ, സുന്ദരമോൻ്റെ കിടപ്പ് നിങ്ങൾ കണ്ടില്ലേ? പാവം കേട്ടോ, പഞ്ചപാവം എൻ്റെ മോൻ, പഞ്ചപാവം. അവന് വേണ്ടി ഞങ്ങൾ എത്ര പൈസ വേണമെങ്കിലും ചിലവാക്കാം അവന് വേണ്ടി. അവൻ നല്ല സുന്ദരമായിട്ട് എല്ലാ സന്തോഷത്തോടും അവൻ ജീവിക്കണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. എൻ്റെ മോളും ഒക്കെ പറയും അവനെ കളിപ്പാട്ടാകട്ടെ, ഭക്ഷണങ്ങളാകട്ടെ. ഭക്ഷണം എന്ന് പറഞ്ഞാൽ കൺട്രോൾ അനുസരിച്ച് കേട്ടോ, ഭക്ഷണമൊക്കെ ഒരു കൺട്രോൾ അനുസരിച്ച് കൊടുക്കുള്ളൂ. ഡോക്ടർ പറഞ്ഞാൽ ഒരു കൺട്രോളിലേക്ക് കൊടുക്കും, ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ആ കൺട്രോളിലേക്ക് കൊടുക്കുള്ളൂ. ഇപ്പം നേരത്തെ ഞാൻ ഇത്രയൊക്കെ കൂടുതൽ കൊടുക്കുമ്പോഴാണ് കാലിൽ ഷേക്ക് വന്ന്. ഇപ്പം തന്നെ അവന് എത്ര ഡ്രസ്സായെന്നറിയാമോ? ഒരു ഡ്രസ്സിന് 450 രൂപ, 500 രൂപയൊക്കെയാണ്. ബെഡ് 2500 രൂപയായി. ഞങ്ങൾക്കതിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ വർഷത്തെ തീർന്നു, കാരണം എൻ്റെ പർച്ചേസിങ് ഈ വർഷത്തെ ഡ്രസ്സ്. ഇനിയിപ്പോൾ 2 മാസമല്ലേ ഉള്ളൂ തണുപ്പ്, 2 മാസം കൂടെ ഇല്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ എടുത്ത് വെക്കണമല്ലോ. അടുത്ത വർഷം പിന്നെയും മേടിക്കും ഞങ്ങൾ. ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ എത്ര പൈസ വേണമെങ്കിലും ചിലവാക്കും, എന്ത് വേണമെങ്കിലും ചെയ്യും. എന്തുവായത്? ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ടാണ്, പുതിയ ഡ്രസ്സായിട്ടോ. എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാതിരിക്കും. ബൈ.